ബിൽ ഗേറ്റ്സ്, മുകേഷ് അംബാനി, എലോൺ മസ്ക്, ലാരി എലിസൺ തുടങ്ങി നിരവധി ശതകോടീശ്വരന്മാർ ഇന്ന് ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട്. എന്നാൽ ഇവരെയെല്ലാം പിന്തള്ളി ലോകത്തിൽ ഏറ്റവും കൂടുതൽ സമ്പത്തുള്ള ഒരു വ്യക്തിയുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് മൻസ മൂസ. 14-ാം നൂറ്റാണ്ടിൽ പടിഞ്ഞാറൻ ആഫ്രിക്കയിലെ മാലി ഭരിച്ചിരുന്ന രാജാവായിരുന്നു മൂസ. ലോകത്ത് ഇതുവരെ ജീവിച്ചിരുന്നവരിൽ വെച്ച് ഏറ്റവും വലിയ ധനികൻ മൻസ മൂസയാണെന്നാണ് ചരിത്രം പറയുന്നത്. മൂസയുടെ സമ്പത്തിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇന്നും അത്ഭുതപ്പെടുത്തുന്നതാണ്. അദ്ദേഹം യഥാർത്ഥത്തിൽ എത്ര ധനികനും ശക്തനുമായിരുന്നെന്ന് മനസ്സിലാക്കുക തന്നെ അസാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരാൾക്ക് വിവരിക്കാൻ പോലും പറ്റാത്തത്ര ധനികനായിരുന്നു അദ്ദേഹമെന്ന് ചരിത്രകാരന്മാർ അവകാശപ്പെടുന്നു. എണ്ണി തിട്ടപ്പെടുത്താനാകാത്തത്ര സ്വർണം അക്കാലത്ത് അദ്ദേഹത്തിന്റെ പക്കലുണ്ടായിരുന്നു. 1280 ഒരു രാജകുടുംബത്തിലായിരുന്നു മൻസ മൂസയുടെ ജനനം. 1312 വരെ അദ്ദേഹത്തിന്റെ സഹോദരൻ മൻസ അബൂബക്കർ ആയിരുന്നു രാജ്യത്തിന്റെ ഭരണാധികാരി. പിന്നീട് ഒരു ദീർഘയാത്രയ്ക്കായി അദ്ദേഹം സ്വയം സ്ഥാനമൊഴിയുകയും ചെയ്തു. 14-ാം നൂറ്റാണ്ടിലെ സിറിയൻ ചരിത്രകാരനായ ഷിബാബ് അൽ ഉമാരി പറയുന്നതനുസരിച്ച് അബൂബക്കറിന് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ യാത്ര ചെയ്യാനും അതിനപ്പുറം എന്താണെന്നറിയാനും അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ 2000 കപ്പലുകളും ആയിരക്കണക്കിന് പുരുഷന്മാരും സ്ത്രീകളും അടിമകളുമെല്ലാമായി അദ്ദേഹം യാത്ര തിരിച്ചു. ഒരിക്കലും മടങ്ങിവരില്ലെന്നുറപ്പിച്ച ഒരു യാത്രയായിരുന്നു അത്. അമേരിക്കൻ ചരിത്രകാരനായ ഇവാൻ വാൻ സെർട്ടിമ അബൂബക്കറും സംഘവും സൗത്ത് അമേരിക്കയിൽ എത്തിയിരിക്കാമെന്ന് പറയുന്നുണ്ടെങ്കിലും അതിന് ആധികാരികമായ തെളിവുകളൊന്നും തന്നെ ലഭ്യമല്ല. എന്തായാലും സഹോദരന്റെ ഈ യാത്രയോടെ രാജ്യത്തിന്റെ ഭരണം മൻസ മൂസയുടെ കൈകളിൽ എത്തിച്ചേർന്നു. അദ്ദേഹത്തിന്റെ ഭരണത്തിൽ രാജ്യം നല്ല അഭിവൃദ്ധിയും നേടി. ടിംബാക്ടു എന്ന നഗരം ഉൾപ്പെടെ 24 നഗരങ്ങളോളം അദ്ദേഹം യുദ്ധം ചെയ്ത് പിടിച്ചടക്കുകയും ചെയ്തു. അറ്റ്ലാന്റിക് സമുദ്രം മുതൽ ഇന്നത്തെ നൈജൻ വരെ, അതായത് ഏകദേശം 2000 മൈൽ വരെ ഈ രാജ്യമന്ന് വ്യാപിച്ചു കിടന്നിരുന്നു. ഇത്രയും വലിയ പ്രദേശം കയ്യിൽ വന്നതോടെ അവിടെയുണ്ടായിരുന്ന സമ്പത്തുകളും മൂസയുടെ പക്കലെത്തിച്ചേർന്നു. അന്ന് ലോകത്തുണ്ടായിരുന്ന മുഴുവൻ സ്വർണത്തിന്റെ പകുതി ഭാഗവും മൻസ മൂസയുടെ കയ്യിലായിരുന്നു. ഇത്രയധികം സമ്പത്തും ഇത്രയധികം നഗരങ്ങളും തന്റെ കീഴിലുണ്ടായിരുന്നെങ്കിലും മാലി സാമ്രാജ്യം അന്ന് വേണ്ടത്ര അറിയപ്പെട്ടിരുന്നില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ ഒരു യാത്ര അദ്ദേഹത്തെക്കുറിച്ച് പുറത്തുള്ളവർക്ക് അറിയാൻ കാരണമാകുകയും ചെയ്തു. സഹാറ മരുഭൂമിയും ഈജിപ്തും താണ്ടി മക്കയിലേക്ക് ഒരു തീർത്ഥാടന യാത്ര നടത്താൻ മൂസ തീരുമാനിച്ചു. അതിനായി 60,000 പുരുഷന്മാരുമൊത്ത് അദ്ദേഹം യാത്ര തുടങ്ങി. സർവ്വസന്നാഹങ്ങളോടും കൂടിയായിരുന്നു ആ യാത്ര. തന്റെ രാജ്യത്തെ ഉദ്യോഗസ്ഥർ, സൈനികർ, കലാകാരന്മാർ, വ്യാപാരികൾ, ഒട്ടകം, 12,000 അടിമകൾ, ഭക്ഷണത്തിനായി ആടുകൾ എന്നിവയെല്ലാം യാത്രയിലുണ്ടായിരുന്നു. ഒരു നഗരം തന്നെ മരുഭൂമിയിലൂടെ നീങ്ങുന്നതായി തോന്നിപ്പിക്കുന്നതായിരുന്നു ആ ആഡംബര യാത്ര. രാജാവിനെ അനുഗമിക്കുന്നവർ സ്വർണ്ണ ആഭരണങ്ങളും സിൽക്ക് വസ്ത്രങ്ങളും ധരിച്ചിരുന്നു. യാത്രയിലുണ്ടായിരുന്ന 100 ഒട്ടകങ്ങളും 100 കണക്കിന് പൗണ്ട് സ്വർണം വഹിച്ചാണ് യാത്ര ചെയ്തിരുന്നത്. അങ്ങനെ യാത്ര ചെയ്ത് അവർ ഒടുവിൽ കെയ്റോയിൽ എത്തിച്ചേർന്നു. കെയ്റോയിലെ ജനങ്ങൾ ആ കാഴ്ച കണ്ട് കണ്ണു തള്ളി. ഇത് കഴിഞ്ഞ് 12 വർഷങ്ങൾക്ക് ശേഷം കെയ്റോയിലെത്തിയ ചരിത്രകാരൻ അൽ ഉമാരി കെയ്റോയിലെ ജനങ്ങൾ മൻസ മൂസയെ എത്രമാത്രം ഓർക്കുന്നുണ്ടെന്ന് തന്റെ രേഖകളിൽ വിവരിക്കുന്നുണ്ട്. അവിടെ അദ്ദേഹം കാണുന്നവർക്കെല്ലാം സ്വർണം നൽകിയതായും പറയപ്പെടുന്നു. എന്നാൽ 3 മാസം നീണ്ട തന്റെ ഈ യാത്രയിൽ ഇങ്ങനെ സ്വർണം വാരിക്കോരി നൽകിയത് അവിടുത്തെ സ്വർണത്തിന്റെ മൂല്യം ഇടിയാനും കാരണമായി തീർന്നു. ലക്ഷ്യസ്ഥാനത്തെത്തി തിരിച്ചു മടങ്ങുമ്പോൾ ഈജിപ്തിലും അദ്ദേഹം ധാരാളം സ്വർണം വിതരണം ചെയ്തിരുന്നു. എന്നാൽ രാജാവിന്റെ ഈ ധാരാളിത്തം സ്വന്തം രാജ്യത്തെ ജനങ്ങളിൽ അതൃപ്തി ഉണ്ടാക്കി. തന്റെ തീർത്ഥാടന യാത്രയിൽ അദ്ദേഹം ഒരുപാട് സ്വർണം ചിലവിട്ടെങ്കിലും ആ യാത്രയോടെയാണ് അദ്ദേഹം ലോകശ്രദ്ധയാകർഷിച്ചതും ചരിത്രത്തിൽ ഒരു ഇടം പിടിച്ചതും. 1375 കറ്റാലൻ അറ്റ്ലസ് ഭൂപടത്തിൽ ഒരു ആഫ്രിക്കൻ രാജാവിന്റെ ചിത്രമുണ്ട്. ടിംബക്ടുവിന്റെ മുകളിൽ സ്വർണ്ണ സിംഹാസനത്തിൽ കയ്യിൽ ഒരു സ്വർണ്ണ കഷ്ണം പിടിച്ചിരിക്കുന്ന ചിത്രം. അത് മറ്റാരുടെയുമല്ല, അത് മൻസ മൂസയുടേതായിരുന്നു. മക്കയിൽ നിന്നും തിരിച്ചു വരുമ്പോൾ കുറെ പണ്ഡിതന്മാരെയും മൂസ കൂടെ കൂട്ടിയിരുന്നു. അവർക്ക് 200 കിലോയോളം സ്വർണം മൂസ നൽകിയതായും പറയപ്പെടുന്നു. കൂടാതെ അദ്ദേഹം സ്കൂളുകൾ നിർമ്മിക്കാനും ലൈബ്രറികളും പള്ളികളും ഒക്കെ നിർമ്മിക്കാനും മുൻകൈ എടുത്തിരുന്നു. ടിംബക്ടു എന്ന പുരാതന നഗരം ഒരു വിദ്യാഭ്യാസ കേന്ദ്രമായി മാറ്റുകയും ചെയ്തു. പിന്നീട് അത് സങ്കൂർ സർവകലാശാല എന്ന പേരിൽ അറിയപ്പെട്ടു. പശ്ചിമ ആഫ്രിക്കയിൽ വിദ്യാഭ്യാസ പാരമ്പര്യത്തിന് തുടക്കം കുറിച്ചതും മൻസ മൂസയായിരുന്നു. 1337 തന്റെ 57-ാം വയസ്സിൽ മരണം വരെയും അദ്ദേഹം തന്റെ സാമ്രാജ്യം നിലനിർത്തിപ്പോന്നു. എന്നാൽ മരണാനന്തരം അദ്ദേഹത്തിന്റെ മക്കൾക്കത് തുടർന്നു പോകാൻ കഴിഞ്ഞില്ല. ഭരിക്കാൻ അറിയാതിരുന്ന അവരാൽ സാമ്രാജ്യം നശിക്കപ്പെട്ടു തുടങ്ങി. തുടർന്ന് യൂറോപ്യന്മാരുടെ വരവോടെ അവർക്ക് എല്ലാം നഷ്ടപ്പെടുകയും ചെയ്തു. അങ്ങനെ മാലി സാമ്രാജ്യം ഇല്ലാതാവുകയും മൂസയുടെ സ്വത്തുക്കളെല്ലാം കൊള്ളയടിക്കപ്പെടുകയും ചെയ്തു. എന്നിരുന്നാലും ലോകത്തിലെ ഏറ്റവും വലിയ ധനികനാരെന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ. അത് മൻസ മൂസ എന്ന ആഫ്രിക്കൻ രാജാവാണ്.